ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 2022 നടന്ന HSA ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോഴും നമുക്കുള്ള ഒരു ബെസ്റ്റ് റെഫറൻസ് മെറ്റീരിയൽ ആണ്. നമുക്ക് ആ റെഫറൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, നമ്മളുടെ ഒരു സ്റ്റഡി ഡിസൈൻ എങ്ങനെയായിരിക്കണം, നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഒരുപാട് മൊഡ്യൂൾസ് നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ടല്ലോ. സിലബസ് വെറുതെ കാണാപ്പാഠം പഠിച്ചിട്ട് പോയാൽ മതിയോ? സിലബസിലെ വർക്ക്സ് മാത്രം നമ്മൾ ഒരു ബ്രീഫ് സമ്മറി എടുത്താൽ മതിയോ? നമ്മൾ ലിറ്ററേച്ചറിലൊക്കെയാണ് നമുക്കറിയാം ക്യാരക്ടേഴ്സ് സമ്മറി, ക്യാരക്ടർ സ്കെച്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കിയാൽ മതിയോ? അതോ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുന്നത്? ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എക്സാം എഴുതിയ ഒരാളോട് പോയി ചോദിക്കാം. ഓക്കെ, അയാളുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുമായിരിക്കും. പക്ഷെ ഇത് ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായി നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പിക്ക് ചെയ്തിട്ടുള്ളത്. വേർ ഡസ് മോസ്റ്റ് ഓഫ് ദി ആക്ഷൻ ഇൻ ദ നോവൽ ദ ബ്ലൂവസ്റ്റ് ഐ ടേക്സ് പ്ലേസ്? പ്രിൻസ്റ്റൺ, കെന്റക്കി; മേക്കൺ, ജോർജിയ; ക്രോസ്വില്ലെ, ടെൻസി; ലൊറൈൻ, ഓഹിയോ. ഒരു വർക്കിന്റെ സെറ്റിംഗ്. നമുക്ക് ഇതിനകത്തൊരു ഇഷ്ടം പോലെ നോവൽസ് ഉണ്ട്, പോയിംസ് ഉണ്ട്, എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഒരു നോവല് അല്ലെങ്കിൽ ഒരു വർക്ക് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ആ വർക്കിന്റെ സെറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദ പ്ലേസ് വേർ ഇറ്റ്, ആ ഒരു കാര്യം നമ്മൾ നോക്കണം. ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്നത് ടോണി മോറിസന്റെ 1917 പബ്ലിഷ് ആക്കിയിട്ടുള്ള ഒരു വർക്കാണ്. അതിന്റെ ഫസ്റ്റ് ഒരു ലൈൻ നിങ്ങൾ നോക്കിയത്, നോവൽ ടേക്സ് പ്ലേസ് ഇൻ ലൊറൈൻ, ഓഹിയോ. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ആഫ്രിക്കൻ അമേരിക്കൻ ഗേൾ ആണെന്നും ആ പെൺകുട്ടിയുടെ പേര് പെക്കോള എന്നാണെന്നും ഗ്രേറ്റർ ഡിപ്രഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി ആണെന്നും സെറ്റ് ചെയ്തിരുന്നത് 1941 എന്ന് പറയുന്ന ഒരു ടൈം സ്പാനിലാണ് എന്നും, അതുപോലെ ഈ നോവൽ സംസാരിക്കുന്നത് മുഴുവൻ ക്ലോഡിയ മെക് ടിയേഴ്സ് എന്ന് പറയുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് എന്നും, അതുകൊണ്ട് തന്നെ ഒരു ഒമിനിഷ്യൻ തേർഡ് പേഴ്സൺ നറേഷൻ ആണ് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഒരു വർക്ക് എടുത്ത് പഠിക്കുവാണെങ്കിൽ പബ്ലിഷ് ആക്കിയ വർഷം, റൈറ്ററിന്റെ പേര്, സെറ്റിംഗ്, അതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിന്റെ പേര്, ഫസ്റ്റ് പേഴ്സൺ നറേഷൻ, സെക്കൻഡ് പേഴ്സൺ നറേഷൻ, തേർഡ് പേഴ്സൺ നറേഷൻ ആണോ എന്ന്, അത് സെറ്റ് ചെയ്തിരുന്ന കാലഘട്ടം ഏതാണ്, സെറ്റിംഗ് എവിടെയാണെന്ന് മാത്രം പഠിച്ചാൽ പോരാ, ആ സെറ്റ് ചെയ്ത കാലഘട്ടം എവിടെയാണെന്ന് അറിയണം. അങ്ങനെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് നമുക്ക് ആവശ്യമാണ്. സോ ദ ആൻസർ ഇസ് ലൊറൈൻ, ഓഹിയോ. By profession, the protagonist of Roots and Shadow, Indu is a or an. നമ്മൾ ഓരോ വർക്ക് പഠിക്കുമ്പോഴും അതിൽ ശ്രദ്ധിച്ചു പോകേണ്ട പോയിന്റ്സ് ആണ് ഓരോ ക്വസ്റ്റ്യനിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു സെറ്റിംഗ്, സെക്കൻഡ് പ്രൊട്ടാഗണിസ്റ്റിന്റെ ജോലി. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അങ്കിലാണ് നമുക്ക് അവരെ കുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് അറിയാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഇന്ദു എന്ന് പറയുന്ന റൂട്ട്സ് ആൻഡ് ഷാഡോ എന്ന് പറയുന്ന വർക്കിലെ പ്രൊട്ടാഗണിസ്റ്റിന്റെ ജോലി എന്താണ്? ഡോക്ടർ ആണോ, അഡ്വക്കേറ്റ് ആണോ, ജേർണലിസ്റ്റ് ആണോ, ടീച്ചർ ആണോ? റൂട്ട്സ് ആൻഡ് ഷാഡോ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലാണ്. 1983 എഴുതിയ ശശി ദേശ്പാണ്ഡെ എഴുതിയ ഒരു വർക്കാണ്. ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ഇന്ദു ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ദു എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര റെബൽ ആയിട്ടുള്ള ടാബൂസ്, അതുപോലെ സൊസൈറ്റിയിലുള്ള എല്ലാ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടാബൂസിനോടും റൂൾസിനോടും ഭയങ്കര എതിർപ്പുള്ള ഒരു ലേഡി ആയിരുന്നു. ഇന്ദു വർക്ക്സ് ആസ് എ ജേർണലിസ്റ്റ്, പക്ഷെ ഷീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ ജോബ് എന്നൊക്കെ ഉണ്ട്. പക്ഷെ ബൈ പ്രൊഫഷൻ ഷീ ഈസ് എ ജേർണലിസ്റ്റ്. So, answer simple ആണ്, journalist. An essay on the rule of the road by A.J. Gardner is taken from the anthology. നമ്മുടെ സിലബസിൽ നമുക്ക് തന്നിട്ടുള്ള പല വർക്ക്സ് ഒക്കെ ആണെങ്കിലും പല പോയിംസ് ആണെങ്കിലും എസ്സേസ് ഒക്കെ ആണെങ്കിലും വലിയൊരു കളക്ഷൻ ഓഫ് വർക്ക്സിന്റെ അകത്തെ ഒരു ഭാഗമാണ്. അപ്പൊ ഓൺ ദ റൂൾ ഓഫ് റോഡ് എന്ന് പറയുന്ന ഈ എസ്സേ A.J. ഗാർഡനറിന്റെ ഏത് ആന്തോളജിയിലുള്ളതാണ്? ലീവ്സ് ഇൻ ദ വിൻഡ്. അപ്പൊ നമ്മൾ ഒരു വർക്കിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയും കൂടി നമുക്ക് ആവശ്യമാണ്. ദി ട്രംപറ്റ് ക്ലബ് പബ്ലിഷ്ഡ്. നമ്മൾ ക്വസ്റ്റ്യൻ ഭയങ്കര കണ്ണിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ പെർട്ടിക്കുലർലി ആ ഒരു ഇയർ മാത്രമല്ല ചോദിച്ചേക്കണത്, ആ മന്ത് ആൻഡ് ഡേറ്റും കൂടി ചോദിച്ചേക്കുവാണ്.
and that was on February 11, 1710. അപ്പൊ നമ്മൾ ഓർക്കും ഓക്കെ ഈ വർഷം പഠിച്ചാൽ മതിയല്ലോ, ഡേറ്റ് മന്തും വേണ്ടല്ലോ ചിലപ്പോഴെങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് വന്നേക്കാം. പക്ഷെ അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ വരരുത്. ആ ഡേറ്റും മന്തും ടൈമും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. The poem Daddy was written on October 12. സാധാ പോലെ തന്നെ നമ്മുടെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ചോദിക്കുന്നതും ഉണ്ട്, 1962. നമ്മൾ ഈ HSC പോലത്തെ അല്ലെങ്കിൽ PSC പോലത്തെ പരീക്ഷകൾക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് അൺഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് സ്കിപ്പ് ഇറ്റ് ഔട്ട്. നമുക്ക് ഒന്നും അങ്ങനെ കളയാനില്ല. നമ്മൾ പറയില്ലേ ഒന്നും കളയാൻ പാകത്തിനൊന്നുമില്ല, എവറിത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓരോരുത്തരുടെ കണ്ണിൽ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന ആശയം അനുസരിച്ച് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്, അറിഞ്ഞുകൊണ്ട് ഒന്നും വേണ്ട എന്ന് വെക്കരുത്. എല്ലാ ഭാഗത്തേക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസിനകത്ത് തന്നിരിക്കുന്ന എല്ലാ വർക്ക്സിലേക്കും നിങ്ങളുടെ കണ്ണ് ഒരു വട്ടമെങ്കിലും നോക്കിയെത്തണം. Ode to a Skylark consists of that stanza. ചിലപ്പോൾ നമ്പർ ഓഫ് സ്റ്റാൻസസ് ചോദിക്കാം, ചിലപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് ചോദിക്കാം, അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ റൈം സ്കീം ചോദിക്കാം. പോയറ്റിക് ഫീച്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡ് ടു എ സ്കൈലർക്ക് എന്ന് പറയുന്ന പോയം എത്ര സ്റ്റാൻസ ഉണ്ട് എന്ന് നമുക്ക് ഈ നമ്പർ ഓഫ് സ്റ്റാൻസസ് ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. അപ്പം നിങ്ങൾ ഓരോ വർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ചെറിയ ടേബിൾ ആ ഒരു വർക്കിന്റെ ഒരു പേജിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു പേജിന്റെ താഴെയായിട്ട് നിങ്ങൾ ചെറിയ ടേബിൾ ഫോം ചെയ്യുക. അതായത് വർക്ക്, സെറ്റിംഗ്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ക്യാരക്ടേഴ്സ്. പോയിംസ് ആണെങ്കിൽ പബ്ലിഷ് ചെയ്ത ഡേറ്റ്, റൈം സ്കീം, അതുപോലെ എത്ര സ്റ്റാൻസ, ഏത് റൈം സ്കീം നമ്മൾ എ ബി ആ ഒരു റൈം സ്കീം മാത്രമല്ല, ഹീറോയിക് കപ്ലറ്റ് ആണോ, അങ്ങനെ ഏതിലാണ്, ബ്ലാങ്കോസ് ആണോ, അതും കൂടെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക. അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 21 ആണ്. ദ പോയം ആഫ്രിക്ക ഇസ് ഡാഷ്. ഇതും മറ്റൊരു ടൈപ്പാണ്. നമ്മൾ പഠിക്കുന്ന പല വർക്ക്സ്, ചിലത് എലിജീസ് ആയിരിക്കും, ചിലത് പാസ്റ്ററൽ എലിജീസ് ആയിരിക്കും, ചിലത് സോണറ്റ് ആയിരിക്കും, ചിലത് ഓഡ് ആയിരിക്കും, ഡ്രമാറ്റിക് മോണോലോഗ് ആയിരിക്കും. അപ്പൊ അത് ഏത് കാറ്റഗറിയിൽ വരുന്ന വർക്ക് ആണെന്ന് നമ്മൾ പഠിക്കണം. ആഫ്രിക്ക എന്ന് പറയുന്ന പോയം ഒരു ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. How many speakers are there in the poem Home Burial? നമ്മൾ ഒരു നോവലില് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പഠിക്കുന്നത് പോലെ തന്നെയാണ് ഒരു പോയത്തില് എത്ര സ്പീക്കേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നത്. ഹോം ബെറിയൽ എന്ന് പറയുന്ന പോയത്തിൽ ഉള്ളത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ സംസാരമാണ്. അതിലുള്ളത് 2 സ്പീക്കേഴ്സ് ആണ്. The School for Scandal was first performed in London at. ഇതും മറ്റൊരു ഇമ്പോർട്ടൻറ്റ്, നമ്മൾ അധികം കൺസിഡർ ചെയ്യാത്ത, നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുന്ന ഒരു ഏരിയ ആണ്. ഒരു വർക്ക് പെർഫോം ചെയ്തത് എവിടെയാണ്? നമ്മൾ ചിലപ്പോൾ അതിന്റെ ഡേറ്റ്, മന്ത്, ഇയർ ഒക്കെ നമ്മൾ ഓർത്തിരുന്നേക്കാം. പക്ഷെ അത് ഏത് തിയേറ്ററിലാണെന്നോ അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണെന്നോ അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാം. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന വർക്ക് പെർഫോം ചെയ്തത് ഡുറേ ലെയിനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് നോറ ബ്രിങ് ഇൻ ടു ദ കോട്ടേജ് അറ്റ് ദ ബിഗിനിങ്? ഒരു വർക്കിന്റെ ബിഗിനിങ്, ഒരു വർക്കിന്റെ ക്ലൈമാക്സ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിന്റെ മിഡിൽ പോർഷനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആയിട്ട് വരുന്നത് അതിന്റെ ആ ഒരു ബിഗിനിങ്ങും എൻഡിങ്ങും ആയിരിക്കും. അപ്പൊ നമ്മുടെ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ഇബ്സന്റെ വർക്കിലെ നോറ എന്ന് പറയുന്ന ക്യാരക്ടർ ആ വർക്കിന്റെ ബിഗിനിങ്ങിൽ കോട്ടേജിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ആണ്. നമ്മൾ ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയ്ക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. Which is the term introduced by Noam Chomsky to describe the actual use of language in concrete situations? ചോംസ്കിയുടെ കൺസെപ്റ്റുകളാണ് ഏതാണ്? കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. സ്വശൂരന്റെ കൺസെപ്റ്റ്സ് ആണ് ലാങ്ങും പരോളും. നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, ഒരു നോളജ് ആണ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ ആക്ച്വൽ യൂസേജ് ആണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് സോഷ്യൂറിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അതിന്റെ ഒരു അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഒരു അറിവാണ് ലാങ് എന്ന് പറയുന്നത്. അതിന്റെ ആക്ച്വൽ യൂസ് ആണ് പരോൾ എന്ന് പറയുന്നത്. സോ ലിംഗ്വിസ്റ്റിക് കൺസെപ്റ്റുകളെ കുറിച്ച്, കീ ടേംസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്, അത് ചിലപ്പോൾ നമ്മുടെ സിലബസിനകത്ത് തന്നിട്ടുള്ളതും തന്നിട്ടില്ലാത്തതുമായിട്ടുള്ള പല ടേംസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് ഫങ്ഷൻ വേർഡ്സ്? ഗ്രാമാറ്റിക്കൽ നോളേജ് നമുക്ക് ലാംഗ്വേജ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാമറിലുള്ള അറിവ് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫങ്ഷൻ വേർഡ്സിൽ ബിലോങ് ചെയ്യുന്നത് ഇതിനകത്ത് പ്രപ്പോസിഷൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം നമ്മൾ ഈ എടുത്തിട്ടുള്ള 12 ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ ഒരു വർക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.